ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയോണിക ബന്ധനത്തിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഈ അയോണിക ബന്ധനത്തിന് മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ മഗ്നീഷ്യം വായുവിൽ കത്തുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ മഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ രാസസമവാക്യം നമ്മൾ എഴുതുന്ന സമയത്ത് 2Mg+O2 gives 2MgO എന്നാണ് കിട്ടുക. ഇനി അവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് കൊടുക്കലും വാങ്ങലും നടക്കുന്നത്, അയോണിക ബന്ധനം അവിടെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്ന സമയത്ത് 2, 8, 2 എന്നാണ് കിട്ടുക. ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 2, 6 എന്നാണ് കിട്ടുക. ഇപ്പം മഗ്നീഷ്യത്തിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കിട്ടണമെങ്കിൽ ആ 2 ഇലക്ട്രോണിന് മഗ്നീഷ്യം കൊടുക്കണം. ഓക്സിജന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കണമെങ്കിൽ ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ എന്താക്കണം? സ്വീകരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ കൊടുത്താൽ മതി, ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ മതി. അപ്പം സുഖമായില്ലേ? മഗ്നീഷ്യം 2 ഇലക്ട്രോണിന് അങ്ങ് കൊടുക്കും, ഓക്സിജൻ ആ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ 2നും അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കിട്ടും. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കൊടുക്കുന്ന സമയത്ത് അത് Mg2+ അയോണായിട്ട് മാറും. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് O2- അയോണായിട്ട് മാറും. അത് തമ്മിൽ ഒരു വൈദ്യുതാകർഷണ ബലമുണ്ടാവും. ഒന്ന് പോസിറ്റീവാണ്, അടുത്ത് നെഗറ്റീവാണ്. വൈദ്യുതാകർഷണ ബലമുണ്ടാവും. അപ്പോൾ Mg2+ഉം O2- കിട്ടും. ഇനി നമുക്ക് ടേബിൾ നോക്കാം. മഗ്നീഷ്യം ആറ്റോമിക നമ്പർ 12, രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 8, 2 ആണ്. രാസപ്രവർത്തനത്തിന് ശേഷമുള്ള ഇലക്ട്രോൺ വിന്യാസം 2, 8. ഇലക്ട്രോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് മുൻപ് 12 ആണ്, രാസപ്രവർത്തനത്തിന് ശേഷം 2+8 10 വരുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് മുമ്പ്, പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ്, അതായത് അതിൻ്റെ ആറ്റോമിക നമ്പറാണ് 12. രാസപ്രവർത്തനത്തിന് ശേഷമുള്ള പ്രോട്ടോണുകളുടെ എണ്ണം അത് 12 തന്നെയാണ്. കാരണം രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? പ്രോട്ടോൺ സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. രാസപ്രവർത്തനം നടക്കുമ്പം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷവും ഇലക്ട്രോണുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. ചാർജ് രാസപ്രവർത്തനത്തിന് മുമ്പ് 0, രാസപ്രവർത്തനത്തിന് ശേഷം വരുന്ന ചാർജ് +2. ഇനി ഓക്സിജൻ്റെ നോക്കാം. രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഇലക്ട്രോൺ വിന്യാസം 2, 6, ശേഷം 2, 8. ഇലക്ട്രോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് മുമ്പ് 2+6 8, രാസപ്രവർത്തനത്തിന് ശേഷം 2+8 10. പ്രോട്ടോണുകളുടെ എണ്ണം രാസപ്രവർത്തനത്തിന് മുമ്പ് ആറ്റോമിക നമ്പർ ആയിട്ടുള്ള 8, രാസപ്രവർത്തനത്തിന് ശേഷവും ആറ്റോമിക നമ്പർ ആയിട്ടുള്ള 8. ചാർജ് രാസപ്രവർത്തനത്തിന് മുമ്പ് ചാർജ് ഇല്ല, 0. രാസപ്രവർത്തനത്തിന് ശേഷമുള്ള ചാർജ് എന്ന് പറയുന്നത് -2. മഗ്നീഷ്യം ഓക്സൈഡിലെ അയോണുകൾ ഏതെല്ലാം? Mg2+ഉം O2-ഉം. മഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിൽ എത്ര ഇലക്ട്രോണുകളാണ് മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് മാറ്റപ്പെട്ടത്? 2 ഇലക്ട്രോൺ. മഗ്നീഷ്യം 2 കൊടുത്തു, ഓക്സിജൻ 2 സ്വീകരിച്ചു. അപ്പം 2ഉം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിച്ചു. അങ്ങനെ അത് തമ്മിൽ അയോണിക ബന്ധനമുണ്ടായി. ഇങ്ങനെ അയണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് അയോണിക സംയുക്തങ്ങൾ. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഇലക്ട്രോവാലൻ്റ് സംയുക്തങ്ങൾ. ഇനി നോക്കാനുള്ളത് അയോണിക സംയുക്തങ്ങളുടെ പ്രധാന സവിശേഷതകളാണ്. അയോണിക സംയുക്തങ്ങളിൽ അയോൺസ് ആണ്, അതായത് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോളാർ ലായകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലായകത്തിൻ്റെ ഒരു തന്മാത്ര എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാഗികമായിട്ടുള്ള ചാർജുകൾ ഉണ്ടാവുന്ന ആ ഒരു ടൈപ്പ്, ഒരു ചാർജിൻ്റെ പ്രസൻസ് ഉള്ള ആ ഒരു ടൈപ്പ് ലായകങ്ങളാണ് പോളാർ ലായകങ്ങൾ. അതിന് എക്സാമ്പിളാണ് ജലം. അങ്ങനത്തെ ലായകങ്ങളിൽ ഈ അയോണിക സംയുക്തങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ലയിക്കും. പിന്നെ ഇവ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ബാഷ്പീകരിച്ചൊന്നും പോവില്ല. നല്ല കാഠിന്യമുള്ളവയാണ്, നല്ല ശക്തിയുള്ള ബന്ധനാണ് ഇതിലുള്ളത്. അതുകൊണ്ട് നല്ല കാഠിന്യമുള്ളവയാണ്.
പിന്നെ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായിട്ട് പരലുകളാണ്. നല്ല കൃത്യമായ ഘടനയുള്ള പരലുകളായിട്ടാണ് ഇവ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. പിന്നെ ഇതിലെ രാസബന്ധനം വളരെ ശക്തിയുള്ളതായത് കൊണ്ട് ഇതിൻ്റെ ഉരുകൽ നില, മെൽറ്റിംഗ് പോയിൻറ്റ്, അത് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ തിളനില അതും വളരെ കൂടുതലാണ്. ഉരുകൽ നില കൂടുതലാണ്, തിളനില കൂടുതലാണ്. ഉരുകൽ നില എന്താ? ഒരു സബ്സ്റ്റൻസ് സോളിഡായിട്ട് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ്, ഖരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വസ്തു, അതിലേക്ക് ഇങ്ങനെ നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് ദ്രാവകമായിട്ട് മാറുന്ന ആ ഒരു താപനിലയാണ് ഉരുകൽ നില. തിളനില എന്ന് പറയുന്ന സമയത്ത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം അതിലേക്ക് നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് എന്താണ്? വാതകമായിട്ട് മാറുന്ന താപനില. ഇനി മറ്റൊരു പ്രത്യേകത, അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ല. ഖരാവസ്ഥയിൽ അത് ക്രിസ്റ്റലുകളായിട്ട് കാണപ്പെടുന്നത് കാരണം വൈദ്യുതി കടത്തിവിടുന്നില്ല. എന്നാൽ ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇത് വൈദ്യുതി കടത്തിവിടുന്നു. വൈദ്യുത ചാലകമാണ്. ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും. അപ്പോൾ ഇതൊക്കെയാണ് അയോണിക സംയുക്തങ്ങളുടെ സവിശേഷതകൾ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് രാസബന്ധനമാണ് അടുത്തതായിട്ട് പറയാനുള്ളത്, സഹസംയോജക ബന്ധനം. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, H2, O2, N2, F2, Cl2, ഈ ദ്വയാറ്റോമിക തന്മാത്രകളൊക്കെ അല്ലേ, ഇതിലൊക്കെ ഉള്ള രാസബന്ധനം എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ബന്ധനമാണ്, അതായത് സഹസംയോജക ബന്ധനമാണ്. അപ്പം നമുക്ക് ഫ്ലൂറിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫ്ലൂറിൻ F2, 2 F ചേർന്നിട്ടുള്ള ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 7 ഫ്ലൂറിൻ്റെ ആറ്റത്തിൻ്റെ ബാഹ്യതമ ശൈലി 7 ഇലക്ട്രോണാണ് ഉള്ളത്. അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് ഒരു ഇലക്ട്രോണിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അഷ്ടക വിന്യാസം ലഭിക്കാൻ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൂടി ആവശ്യമുണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഇലക്ട്രോണാണ് ആവശ്യമുള്ളത്. അപ്പം F2 എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? F2ൽ 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ അതുപോലെ തന്നെ മറ്റൊരു ഇലക്ട്രോണിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഇവ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കുക? അപ്പം ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റം അതിലെ ഫ്ലൂറിനിൽ ജോഡിയല്ലാത്ത ഒരു ഇലക്ട്രോണില്ലേ, ആ ഇലക്ട്രോൺ ഫ്ലൂറിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ അങ്ങെടുക്കും. അടുത്ത ഫ്ലൂറിൻ ആറ്റവും അതേപോലെ തന്നെ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ എടുക്കും. എന്നിട്ട് ഈ 2 ഇലക്ട്രോണും കൂടി ഒരു ജോഡി അങ്ങോട്ടാവും. ഒരു ജോഡിയായിട്ട് 2 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇടയിൽ അങ്ങോട്ട് നിന്നിട്ട് അത് പരസ്പരം പങ്കുവയ്ക്കും. അപ്പം അതിൻ്റെ ചിത്രമാണ് ആ ആരോയ്ക്ക് ശേഷം കൊടുത്തിട്ടുള്ളത്. രണ്ടും ഓരോന്ന് വെച്ച് ഇലക്ട്രോണിനെ എടുത്തിട്ടൊരു ജോഡിയായിട്ട് മാറിയിട്ട് ആ ജോഡി 2നും എടുക്കാമെന്നുള്ള രീതിയിൽ പരസ്പരം പങ്കുവയ്ക്കപ്പെടും. അപ്പം ഓരോ ഫ്ലൂറിൻ ആറ്റത്തിനും ചുറ്റുമുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് 8 കിട്ടും. ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺ കിട്ടും, രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ ഇവിടെ പങ്കുവെക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയയാണ് നടക്കുന്നത്. 2 ആറ്റങ്ങളും ഇലക്ട്രോണിനെ എടുത്തിട്ട് 2 ആറ്റവും കൊടുക്കുന്ന ഇലക്ട്രോൺസ് ജോഡികളായിട്ട് അത് പങ്കുവെക്കുക, ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ഫ്ലൂറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നതിനായി നൽകിയത്? 1 ഇലക്ട്രോൺ. ഫ്ലൂറിൻ തന്മാത്രയിലെ രാസബന്ധനത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കപ്പെട്ടത്? ജോഡി പറയുന്ന സമയത്ത് 1 ജോഡി, 2 ഇലക്ട്രോണാണ് ഇവിടെ. അപ്പം ജോഡി 1 ജോഡി. അപ്പം ഇങ്ങനെ ഇലക്ട്രോൺ പങ്കുവെക്കലിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് വിളിക്കുന്നു. ഈ ഒരു ടൈപ്പ് രാസബന്ധനത്തിനെ വിളിക്കുന്ന പേരാണ് സഹസംയോജക ബന്ധനം. അതിൽ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്. ഇവിടെ 1 ജോഡി,
ഒരു ജോഡി ഇലക്ട്രോണാണ് പങ്കുവെച്ചത്. അങ്ങനെയുള്ള സഹസംയോജക ബന്ധനത്തിന് വിളിക്കുന്ന പേരാണ് ഏകബന്ധനം. ഒരു ജോഡി ഇലക്ട്രോണാണ് പങ്കുവെക്കപ്പെടുന്നതെങ്കിൽ അത് ഏകബന്ധനമാണ്. ഏകബന്ധനത്തിന് ഒറ്റ ചെറിയ വര ഉപയോഗിച്ച് സൂചിപ്പിക്കുക. ഫ്ലൂറിൻ തന്മാത്രയിൽ ഏകബന്ധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2F എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വര വരച്ചിട്ട് ഈ ബന്ധനത്തിനെ സൂചിപ്പിക്കാൻ പറ്റും. ഓക്സിജൻ്റെ കേസ് എങ്ങനെയാണ്? ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 8 ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 6 അപ്പോൾ ഓക്സിജൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണാണുള്ളത്. ഒരു ഓക്സിജൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോണുകൾ കൂടി ലഭിച്ചാൽ അഷ്ടക വിന്യാസം പൂർത്തിയാക്കാൻ സാധിക്കും? 2, 6 എന്ന് പറയുമ്പം 2 ഇലക്ട്രോൺ കൂടെ സ്വീകരിച്ചാലാണ് 6 എന്നുള്ളത് 8ലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓക്സിജനിലും സഹസംയോജക ബന്ധനം തന്നെയാണ്, പങ്കുവെക്കലാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഓക്സിജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ഓക്സിജൻ ആറ്റം ഒരു ഇലക്ട്രോണിന് എടുക്കുന്നതിന് പകരം 2 ഇലക്ട്രോണിനങ്ങ് എടുക്കും. അടുത്ത ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോണിനങ്ങ് എടുക്കും. അപ്പം ടോട്ടൽ 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോണിന് രണ്ടിനും കോമൺ ആവുന്ന രീതിയിൽ അങ്ങ് വെക്കും. 2 ആറ്റത്തിൻ്റെ ഇടയിലും ഈ 4 ഇലക്ട്രോൺ രണ്ടിനും കോമൺ ആവുന്ന രീതിയിൽ വെക്കും. അപ്പോൾ ആദ്യത്തെ ഓക്സിജൻ ആറ്റവും 8 ഇലക്ട്രോണിന് കിട്ടും, രണ്ടാമത്തെ ഓക്സിജൻ ആറ്റവും 8 ഇലക്ട്രോണിന് കിട്ടും. അതായത് 4 ഇലക്ട്രോണിന് 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെക്കും. ഇതിലൂടെ സഹസംയോജക ബന്ധനം അവിടെ ഉണ്ടാവും. ഓക്സിജൻ തന്മാത്രയിൽ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെക്കപ്പെട്ടത്? 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോൺ എന്ന് പറയുന്ന സമയത്ത് ജോഡിയാക്കുമ്പം 2 ഇലക്ട്രോൺ വരുമ്പം ഒരു ജോഡി, അടുത്ത 2 ഇലക്ട്രോൺ വരുമ്പം അടുത്ത ജോഡി, അങ്ങനെ 2 ജോഡി. ഇലക്ട്രോണിൻ്റെ എണ്ണം 4, ജോഡിയായിട്ട് പറയുമ്പോൾ 2 ജോഡി ഇലക്ട്രോണുകൾ. അത് പങ്കുവെച്ച് സഹസംയോജക ബന്ധനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. 2 ജോഡി ഇലക്ട്രോൺസ് പങ്കുവെച്ചിട്ടാണ് സഹസംയോജക ബന്ധനം ഉണ്ടാകുന്നതെങ്കിൽ ആ സഹസംയോജക ബന്ധനത്തിന് വിളിക്കുന്ന പേരാണ് ദ്വിബന്ധനം. 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ദ്വിബന്ധനം. ഫ്ലൂറിനിൽ നടക്കുന്നത് ഏകബന്ധനമാണ്, ഓക്സിജനിൽ നടക്കുന്നത് ദ്വിബന്ധനമാണ്. കാരണം അവിടെ ഒരു ബോണ്ടല്ല ഉണ്ടാകുന്നത്, ഒരു ബന്ധനമല്ല ഉണ്ടാകുന്നത്, 2 ബന്ധനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ദ്വിബന്ധനത്തിന് ഓക്സിജൻ അതിൻ്റെ ഇടയിൽ ഒരു വര കൊടുക്കുന്നതിന് പകരം 2 വര കൊടുക്കുക. അപ്പോൾ അത് ദ്വിബന്ധനമാണ്. ഫ്ലൂറിനിൽ ഏകബന്ധനം, ഓക്സിജനിൽ ദ്വിബന്ധനം. ഫ്ലൂറിനിൽ 2 ഇലക്ട്രോണ് അല്ലെങ്കിൽ ഒരു ജോഡി, ഓക്സിജനിൽ പങ്കുവയ്ക്കുന്നത് 4 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ജോഡി. ഇനി വരുന്നത് നൈട്രജൻ്റെ കേസാണ്. നൈട്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? നൈട്രജൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 7. അപ്പം നൈട്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2, 5 എന്നാണ്. ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം ആ 5 ഇലക്ട്രോൺ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വെച്ച് സൂചിപ്പിക്കാം. അപ്പം ഒരു നൈട്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോണിൻ്റെ കൂടെ ആവശ്യമുണ്ട്? 2, 5 എന്ന് പറയുമ്പം 5 + 3 അല്ലേ 8. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ കൂടാതെ 3 ഇലക്ട്രോൺ കൂടെ എക്സ്ട്രാ ആയിട്ട് വേണം. അപ്പം നോക്കുക, അപ്പം സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൻ്റെ 3 ഇലക്ട്രോൺ കൂടാതെ എക്സ്ട്രാ ആയിട്ട് 3 ഇലക്ട്രോൺ കൂടെ അതിന് വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെടുന്നത് ത്രിബന്ധനമായിരിക്കും. 2 നൈട്രജൻ ആറ്റംസ് അടുത്തടുത്ത് വരും. ഒരു നൈട്രജൻ ആറ്റം 3 ഇലക്ട്രോണിനെ അങ്ങോട്ട് എടുക്കും, അടുത്ത നൈട്രജൻ ആറ്റത്തിൽ 3 ഇലക്ട്രോണിനെ അങ്ങോട്ട് എടുക്കും. അപ്പോൾ 6 ഇലക്ട്രോൺ. ഈ 6 ഇലക്ട്രോൺ 2 നൈട്രജനും എടുക്കുക എന്നുള്ള രീതിയിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് അതിന് വെക്കും. അതായത് ആ 6 ഇലക്ട്രോൺ ആദ്യത്തെ നൈട്രജൻ ആറ്റത്തിനും എടുക്കുക, രണ്ടാമത്തെ നൈട്രജൻ ആറ്റത്തിനും എടുക്കുക. ആ രീതിയിൽ പങ്കുവെക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ 6 ഇലക്ട്രോൺ അഥവാ 3 ജോഡി ഇലക്ട്രോൺ ഉണ്ട്. 3 ജോഡി ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അവിടെ 3 ബോണ്ടായിട്ടാണ് നമ്മളത് എടുക്കുന്നത്, 3 ബന്ധനമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ത്രിബന്ധനമാണ് ഇവിടെ രൂപപ്പെടുന്നത്. അഷ്ടകവിന്യാസം പൂർത്തിയാക്കാൻ എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവച്ചിരിക്കുന്നത്? 3 ജോഡി ഇലക്ട്രോണുകൾ. ഇങ്ങനെ 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തിനെ വിളിക്കുന്ന പേരാണ് ത്രിബന്ധനം.
ത്രിബന്ധനം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 2 നൈട്രജൻ ആറ്റം എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ 3 വര വരച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് പറഞ്ഞു, അയോണിക സംയുക്തങ്ങളുടെ സവിശേഷതകൾ, സഹസംയോജക ബന്ധനം, അതിൽ തന്നെ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.